ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് n equal to 100 factorial, then 1 by log n to the base 2 plus 1 by log n to the base 3 plus etc plus 1 by log n to the base 100 is. എങ്ങനെയാണ് നമുക്ക് കാണുക? n 100 ഫാക്ടോറിയൽ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒരു വാക്യം നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ലോഗ് mn ടു ദ ബേസ് a ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് m ടു ദ ബേസ് a പ്ലസ് ലോഗ് n ടു ദ ബേസ് a ആണ് അല്ലേ? ഇനി വേറെ ഒരെണ്ണം അറിയേണ്ടത്, ലോഗ് n ടു ദ ബേസ് m-നെ നമുക്ക് എന്താ എഴുതാം? 1 ബൈ ലോഗ് m ടു ദ ബേസ് n. അതായത് ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യാം, അപ്പോഴാണ് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഇതിനെ എന്താ എഴുതാം? ലോഗ് 2 ടു ദ ബേസ് n എന്ന് എഴുതിക്കൂടെ? പ്ലസ് ലോഗ് 3 ടു ദ ബേസ് n എന്ന് എഴുതിക്കൂടെ? പ്ലസ് എക്സിട്ര പ്ലസ് ലോഗ് 100 ടു ദ ബേസ് n എന്ന് എഴുതിക്കൂടെ? അപ്പോ ഇത് എങ്ങനെ വരും? അതായത് ലോഗ് n ടു ദ ബേസ് n അല്ലെ? ഇനി ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? mn എന്നുള്ള ഫോമിലാക്കാൻ പറ്റും. അതായത് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സിട്ര അപ് ടു 100 ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ഇത് എന്താണ് വരിക? 100 ഫാക്ടോറിയൽ ആണ് അല്ലെ? അപ്പൊ ലോഗ് 100 ഫാക്ടോറിയൽ ടു ദ ബേസ് n അവര് തന്നിട്ടുണ്ട് 100 ഫാക്ടോറിയൽ ആണെന്ന്. അപ്പൊ എന്ത് വരും നമുക്ക്? ലോഗ് 100 ഫാക്ടോറിയൽ ടു ദ ബേസ് 100 ഫാക്ടോറിയൽ. അപ്പൊ എന്താണ് ആൻസർ? നമുക്കറിയാം അല്ലെ? ലോഗ് 1 ടു ദ ബേസ് 1 ആണ് വെച്ചെങ്കിലും ലോഗ് 8 ടു ദ ബേസ് a ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വരിക? 1 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. താങ്ക് യു.